നമ്മൾ യൂസ് ചെയ്യുന്ന പല ഫേസ് സീറം അല്ലെങ്കിൽ ക്രീംസിൽ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ ഈ ബ്രാൻഡിൻ്റെ ക്രീം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ബ്രാൻഡിൻ്റെ സീറമാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിൽ എന്താ ഉള്ളതെന്നും അത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും അറിയാണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാകണമെന്നില്ല. നമുക്ക് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുന്നത് നമ്മൾ ഫേസിലെ പിഗ്മെന്റേഷൻ അതല്ലെങ്കിൽ നമുക്കൊരു സൺ പ്രൊട്ടക്റ്റീവ് ആക്ഷൻ ഇതൊക്കെയാണ് വൈറ്റമിൻ സി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രാവിലെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതേപോലെ നമുക്കൊരു ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിന്ന് ചിലപ്പോൾ വൈറ്റമിൻ സി ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാക്കാവുന്ന കാരണം ആക്നെ പ്രോൺ സ്കിന്നിന് ഇത് നല്ലതല്ല. അതേപോലെ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുന്നത്, റെറ്റിനോൾ നമ്മൾ യൂഷ്വലി നൈറ്റിലാണ് യൂസ് ചെയ്യേണ്ടത്. റെറ്റിനോൾ നമുക്ക് ഫോട്ടോ സെൻസിറ്റീവ് ആണ്, രാവിലെ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാകും. ഇത് കൂടുതലും നമുക്കൊരു എക്സ്ഫോളിയേഷൻ, ആൻറ്റി ഏജിങ്, നമുക്കിപ്പോൾ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ആക്നെ പ്രോൺ സ്കിന്നാണ്, ഇതൊക്കെയാണെങ്കിലാണ് നമുക്ക് റെറ്റിനോൾസ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളുടെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഡ്രൈ ആവുകയും നമുക്ക് ഫേസിൽ കുറച്ച് അലർജീസ് പോലെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ മോയ്സ്ചറൈസേഴ്സ്, ഹൈലൂറോണിക് ആസിഡ് ക്രീംസ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഒരു മോയ്സ്ചറൈസിങ് ഫംഗ്ഷനാണ്. നിയാസിനമൈഡ് നമ്മൾ ആക്നെ അതുപോലെയുള്ള പിഗ്മെന്റേഷൻ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രീംസിലോ സീറത്തിലോ ഇൻഗ്രീഡിയൻസ് എന്തിനാണെന്ന് മനസ്സിലാക്കുക, എന്താണെന്ന് മനസ്സിലാക്കുക, അത് നമ്മളുടെ സ്കിന്നിന് സ്യൂട്ടഡ് ആണോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് എപ്പോഴും യൂസ് ചെയ്യാനായിട്ടുള്ളത്.